കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. PSC SCRT സീരീസിൽ ഇന്ന് 6ാം ക്ലാസ്സിലെ പാഠം 1 ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാഠപുസ്തകവും ഹാൻഡ് ബുക്കും റെഫർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ആഹാരത്തിലൂടെ ആരോഗ്യം. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഏതൊരു ജീവി വർഗത്തിനും നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായുള്ള ഊർജം, പോഷക ഘടകങ്ങൾ എല്ലാം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ഭക്ഷണത്തിൽ നിന്നാണ്. ഇതിനെയാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പോഷക പദാർത്ഥങ്ങൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുക്കൾ. അപ്പോൾ നമ്മളൊരു ഭക്ഷണം എടുക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന പോഷക പദാർത്ഥങ്ങൾ, ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് ലഭിക്കുന്ന പ്രധാന പോഷക പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിന്, ധാതുക്കൾ. ഇത് 5 ഇതിനെ തന്നെ രണ്ടായിട്ട് തിരിക്കാം. സ്ഥൂല പോഷകങ്ങളെന്നും സൂക്ഷ്മ പോഷകങ്ങളെന്നും. എന്താണ് സ്ഥൂല പോഷകവും സൂക്ഷ്മ പോഷകവും? സ്ഥൂല പോഷകങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ അളവിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് സ്ഥൂല പോഷകങ്ങൾ. അതായത് ഒരു ശരീരത്തിൻ്റെ ജീവൽ പ്രവർത്തനಕ್ಕೆ ഏറ്റവും കൂടുതൽ അളവിൽ ആവശ്യമായിട്ടുള്ള ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെയാണ് സ്ഥൂല പോഷകങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം സൂക്ഷ്മ പോഷകങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞ അളവിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് സൂക്ഷ്മ പോഷകങ്ങൾ. കുറഞ്ഞ അളവിൽ മാത്രം ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് സൂക്ഷ്മ പോഷകങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് സ്ഥൂല പോഷകങ്ങൾ എന്ന് പറയുന്നത്? സ്ഥൂല പോഷകം കൂടിയ അളവിലും സൂക്ഷ്മ പോഷകം കുറഞ്ഞ അളവിലും. സ്ഥൂല പോഷകങ്ങൾക്ക് ഉദാഹരണമാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൊഴുപ്പും കൂടിയ അളവിൽ ശരീരത്തിന് ആവശ്യമാണ്. ദെൻ സൂക്ഷ്മ പോഷകങ്ങളാണ് വിറ്റാമിന്, ധാതുക്കൾ, ലവണങ്ങൾ. ഇത് ചെറിയ അളവിൽ ശരീരത്തിന് ആവശ്യമുള്ളൂ. വിറ്റാമിൻ, ധാതുക്കൾ, ലവണങ്ങളെല്ലാം സൂക്ഷ്മ പോഷകങ്ങളാണ്. ഇനി ഇതിൽ ഓരോ പോഷകങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് ശരീരത്തിന് ഊർജം നൽകുക എന്നാണ്. ശരീരത്തിന് ഊർജം നൽകുന്ന പ്രധാന പോഷക ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഭക്ഷണത്തിലൂടെ വിവിധ രൂപങ്ങളായിട്ടാണ് എടുക്കുന്നത്. സെല്ലുലോസ്, പഞ്ചസാര, ഗ്ലൂക്കോസ്, നാരുകൾ ഇവയെല്ലാം എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് വരുന്നത്. വിവിധ രൂപങ്ങളെ കാർബോഹൈഡ്രേറ്റിൻ്റെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത് സെല്ലുലോസ്, പഞ്ചസാര, ഗ്ലൂക്കോസ്, നാരുകൾ. ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ അതിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടോ? നമ്മൾ പല രീതിക്കുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആഹാരം കഴിക്കുമ്പോൾ ഇതിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അന്നജത്തിൻ്റെ അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. ഇതിൻ്റെ സാന്നിധ്യം കാണിക്കുന്നത് ഇരുണ്ട നീല നിറത്തിലായിരിക്കും. നമുക്ക് ഈ ടെസ്റ്റ് നോക്കാം. ഇപ്പോൾ ഫുഡ് സാമ്പിൾ ഓഫ് മിക്സ്ചർ, അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥം എടുത്തിട്ട് അതിലേക്ക് അയഡിൻ സൊല്യൂഷൻ ചേർത്താൽ ആ പദാർത്ഥം ഇരുണ്ട നീല നിറത്തിലാവുന്നുണ്ടെങ്കിൽ അതിൽ അന്നജത്തിൻ്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. ഇരുണ്ട നീല നിറം വരുന്നില്ലെങ്കിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം അവിടെ ആ ആഹാര പദാർത്ഥത്തിൽ ഇല്ല എന്നും കണ്ടെത്തുന്നു. ഇതാണ് അയഡിൻ ടെസ്റ്റ്. അതായത് അന്നജമുള്ള അല്ലെങ്കിൽ ഒരു ആഹാര പദാർത്ഥത്തിലേക്ക് അയഡിൻ ചേർക്കുമ്പോൾ സൊല്യൂഷനാണ് ഒരു ഫുഡിൻ്റെ ആഹാരത്തിൻ്റെ സൊല്യൂഷനിലേക്ക് അന്നജത്തിൻ്റെ സൊല്യൂഷൻ ചേർക്കുമ്പോൾ അത് ഇരുണ്ട നീല നിറത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അന്നജത്തിൻ്റെ പ്രസൻസ് അവിടെയുണ്ട്. അതാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ്. ഇരുണ്ട നീല നിറമാണ് സാന്നിധ്യം കാണിക്കുന്നത്. ദെൻ ചെറുധാന്യങ്ങൾ. കാർബോഹൈഡ്രേറ്റിൽ വരുന്നതിനെയാണ് ചെറുധാന്യങ്ങൾ. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ ഇല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണങ്ങളാണ് റാഗി, ബജ്റ, തിന, ചോളം, ചാമ. അപ്പോൾ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളെയാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ അറിയണം. റാഗി, ബജ്റ, തിന, ചോളം, ചാമ ഇവയെല്ലാം എന്താണ്? മില്ലറ്റ്സുകൾ അല്ലെങ്കിൽ ചെറുധാന്യങ്ങളാണ്. ദെൻ എന്താണ് ഫോർട്ടിഫൈഡ് റൈസ്? അധിക പോഷകങ്ങൾ ചേർത്ത് പോഷക നിലവാരം ഉയർത്തി സമ്പുഷ്ടീകരിച്ച അരിയാണ് ഫോർട്ടിഫൈഡ് റൈസ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് അല്ലെങ്കിൽ റേഷൻ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിയിൽ ഒരു വെളുത്ത അരികളുണ്ടായിരിക്കും. ഇതെന്താണ്? അധിക പോഷകങ്ങൾ ആ അരിയിൽ ചേർത്തിട്ടുള്ളതാണ്. ഇതാണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത്. അധിക പോഷകങ്ങൾ ചേർത്ത് പോഷക നിലവാരം ഉയർത്തി സമ്പുഷ്ടീകരിച്ച അരിയാണ് ഫോർട്ടിഫൈഡ് റൈസ്.
പ്രധാനമായിട്ടും ഇതിൽ ചേർക്കുന്നത് വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B12 ആണ് ഈ ഫോർട്ടിഫൈഡ് റൈസിൽ അധികമായിട്ടും ചേർക്കുന്ന പോഷകം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് ഊർജ്ജം നൽകുക എന്നതാണ്. വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്നുണ്ട്. സെല്ലുലോസ് ആയിട്ടും പഞ്ചസാരയായിട്ടും ഗ്ലൂക്കോസ് ആയിട്ടും നാരുകളായിട്ടും. കാർബോഹൈഡ്രേറ്റ് ഒരു ആഹാര പദാർത്ഥത്തിൽ അന്നജത്തിൻ്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനാണ് അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റ് ഇതിൻ്റെ സാന്നിധ്യം കാണിക്കുന്നത് ഇരുണ്ട നീല നിറത്തിലാണ്. ദെൻ ചെറുധാന്യങ്ങൾ, പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളെയാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റാഗി, ബജ്ര, തിന, ചോളം, ചാമ. ദെൻ ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത് അധിക പോഷകങ്ങൾ ചേർത്ത് സമ്പുഷ്ടീകരിച്ച അരിയെയാണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് ആണ് ഇതിൽ ചേർക്കുന്നത്. ദെൻ രണ്ടാമത്തെ പോഷക ഘടകം സ്ഥൂല പോഷകമായിട്ടുള്ള പ്രോട്ടീന്. വളർച്ച, ശരീരനിർമ്മിതിയൊക്കെയാണ് പ്രോട്ടീൻ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ശരീരത്തിൻ്റെ വളർച്ച, ശരീരനിർമ്മിതിയൊക്കെയാണ് പ്രോട്ടീൻ്റെ പ്രവൃത്തി. ഒരാളുടെ ശരീരഭാരത്തിൻ്റെ 20% പ്രോട്ടീൻ ആയിരിക്കും. ഒരാളുടെ ശരീരഭാരത്തിൻ്റെ 20%, 20% എന്താണ്? പ്രോട്ടീനാണ്. ലഘുഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൊണ്ടാണ് പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രോട്ടീൻ്റെ ചെറുഘടകങ്ങൾ ഏതൊക്കെയാണ്? അമിനോ ആസിഡുകളാണ്. ഒരുപാട് അമിനോ ആസിഡ് ചേർന്നിട്ടാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത്. 20 അമിനോ ആസിഡുകളാണ് ഒരു പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 20 അമിനോ ആസിഡുകൾ ചേർന്നാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രോട്ടീൻ്റെ ലഘുഘടകം എന്ന് ചോദിച്ചാൽ ഏതാണ്? അമിനോ ആസിഡാണ്. ഇതിൽ 9 ആവശ്യ അമിനോ ആസിഡുകൾ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നറിയപ്പെടുന്നു. ഇത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താണ്? നമ്മൾ 20 അമിനോ ആസിഡ് ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഈ 20 9 എന്താണ്? ആവശ്യ അമിനോ ആസിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എസെൻഷ്യൽ അമിനോ ആസിഡ് ഇതെന്താണ്? ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതായത് നമ്മൾ പുറത്തുനിന്ന് ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കേണ്ടതാണ് ഈ 9 അമിനോ ആസിഡുകൾ. അതാണ് ആവശ്യ അമിനോ ആസിഡ് എന്നറിയപ്പെടുന്നത്. പ്രോട്ടീൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ചില സമയത്ത് ഫോസ്ഫറസും ഇരുമ്പും ഇതിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. പ്രോട്ടീൻ്റെ ഘടകങ്ങൾ, അതായത് പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന അമിനോ ആസിഡ് കൊണ്ടാണ്. പ്രോട്ടീൻ്റെ ഘടകങ്ങൾ, തന്മാത്രാ ഘടകങ്ങൾ എന്നറിയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആണ്. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ് കോഷിയോർക്കറും മരാസ്മസും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീൻ ആഹാരത്തിലൂടെ നമുക്ക് പ്രോട്ടീൻ കിട്ടേണ്ടതുണ്ട്. അതായത് ആവശ്യ അമിനോ ആസിഡുകൾ എന്താണ്? ആഹാരത്തിലൂടെ തന്നെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറവ് മൂലം എന്താണ്? അസുഖങ്ങൾ ഉണ്ടാവാം. ഏതൊക്കെയാണ് അസുഖങ്ങൾ? കോഷിയോർക്കറും മരാസ്മസും. അപ്പോൾ പ്രോട്ടീനിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. പ്രോട്ടീൻ അറിയുന്നത് എന്താണ്? ഒരു സ്ഥൂല പോഷകമാണ്. കൂടുതൽ അളവിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. വളർച്ച, ശരീരനിർമ്മിതിയൊക്കെയാണ് ഇതിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ട് വരുന്നത്. ഒരാളുടെ ശരീരഭാരത്തിൻ്റെ 20% പ്രോട്ടീനാണ്. ലഘുഘടകങ്ങളായ അമിനോ ആസിഡ് കൊണ്ടാണ് പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത്. 20 അമിനോ ആസിഡുകളാണ് ഒരു പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇതിൽ 9 ആവശ്യ അമിനോ ആസിഡുകൾ, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നറിയപ്പെടുന്നു. ഇത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പ്രോട്ടീൻ ഘടകങ്ങൾ, പ്രോട്ടീൻ്റെ ഘടകങ്ങൾ, തന്മാത്രാ ഘടകങ്ങളായിട്ട് വരുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ചില സമയത്ത് അത് ഫോസ്ഫറസും ഇരുമ്പും ഇതിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ് കോഷിയോർക്കറും മരാസ്മസും. ഓക്കെ, ദെൻ അടുത്ത സ്ഥൂല പോഷകമാണ് കൊഴുപ്പ്. കൊഴുപ്പിൻ്റെയും പ്രവൃത്തി വരുന്നത് ശരീരത്തിന് ഊർജം നൽകുക എന്നതാണ്. കൊഴുപ്പ് എന്ന് പറയുന്നത് കൊഴുപ്പും എണ്ണ. അപ്പോൾ എന്താണ് കൊഴുപ്പും എണ്ണയുള്ള വ്യത്യാസം? കൊഴുപ്പ് എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിനെയാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. എണ്ണ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിനെ എണ്ണ എന്നും പറയും. അപ്പോൾ കൊഴുപ്പ് എണ്ണയും എന്താണ് വ്യത്യാസം? കൊഴുപ്പ് എന്ന് പറയുമ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിൽ താപനിലയിൽ എന്താണ്? ഖരാവസ്ഥയിലാണ്. എണ്ണ 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ദ്രാവകാവസ്ഥയിലുമായിരിക്കും. ദെൻ സസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പുകളുണ്ട്. ജന്തുജാലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന, ജന്തുക്കളുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പുകളുണ്ട്. സസ്യങ്ങളിൽ കിട്ടുന്ന കൊഴുപ്പുകളാണ് തേങ്ങ, കടുക്, എള്ള, നിലക്കടല. അതായത് തേങ്ങ അറിയുമ്പോൾ വെളിച്ചെണ്ണ, കടുകെണ്ണ, എള്ളെണ്ണ, നിലക്കടല, കടലെണ്ണയൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് സസ്യജന്യ കൊഴുപ്പുകൾ എന്ന് പറയുന്നത്. ദെൻ ജന്തുജന്യ കൊഴുപ്പുകൾ, മത്സ്യങ്ങൾ ലഭിക്കുമ്പോൾ കിട്ടുന്ന കൊഴുപ്പുകൾ, എണ്ണ, അതുപോലെ മത്സ്യത്തിൻ്റെ എണ്ണ, നെയ്യ്, പാൽക്കട്ടി, ഇവയൊക്കെ എന്താണ്? പാൽക്കട്ടി, പാൽ അറിയുമ്പോൾ
പശുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ജന്തുജന്യ കൊഴുപ്പുകൾ എന്ന് പറയുന്നത്. വെണ്ണ, മുട്ട, മാംസം ഇവയൊക്കെ എന്താണ്? ജന്തുജന്യ കൊഴുപ്പുകളാണ്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. അപ്പോൾ എന്താണ് കൊളസ്ട്രോൾ? ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണോ? അല്ല. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാവും. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല, ഇതൊരു കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോൾ എല്ലാവരുടെ ശരീരത്തിലും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു മിതമായിട്ടുള്ള അളവിൽ എല്ലാവരുടെ ശരീരത്തിലും കൊളസ്ട്രോൾ ആവശ്യമാണ്. ഇത് ആ ഒരു മിതമായ അളവിൽ നിന്ന് അധികമാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ ഇത് അടിഞ്ഞുകൂടും. കൊഴുപ്പാണ്, ഇത് അടിഞ്ഞുകൂടുന്നു. ഈ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടിയിട്ട് രക്തത്തിൻ്റെ പാസേജ് കുറയുകയും പക്ഷാഘാതം, ഹൃദ്രോഗമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ ഹൃദ്രോഗവും പക്ഷാഘാതവുമാണ് രോഗാവസ്ഥയിലോട്ട് വരുന്നത്. അപ്പോൾ കൊളസ്ട്രോൾ ഒരു രോഗാവസ്ഥയല്ല, കൊഴുപ്പിൻ്റെ ഒരു രൂപം മാത്രമാണ് കൊളസ്ട്രോൾ. ദെൻ ടീച്ചറിൻ്റെ അധിക വായനക്കായിട്ട് ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യമാണ് കൊളസ്ട്രോളിന് രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നതിന് ലിപ്പോ പ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളുടെ സഹായം വേണം. അപ്പോൾ കൊളസ്ട്രോൾ രക്തത്തിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ അതിന് കൊണ്ടുപോകാൻ ഒരു വാഹക പ്രോട്ടീനുകളുടെ ആവശ്യമുണ്ട്. ഇവയാണ് ലിപ്പോ പ്രോട്ടീനുകൾ എന്നറിയപ്പെടുന്നത്. ഈ പ്രോട്ടീനുകൾ 2 തരത്തിലാണുള്ളത്, LDLും HDLും. LDL ചീത്ത കൊളസ്ട്രോൾ എന്നും HDL നല്ല കൊളസ്ട്രോൾ എന്നും പറയുന്നു. അപ്പോൾ കൊളസ്ട്രോൾ രക്തത്തിലൂടെ സംവഹനം ചെയ്യാൻ വാഹക പ്രോട്ടീനുകൾ വേണം. ഇവയാണ് ലിപ്പോ പ്രോട്ടീനുകൾ. ഇവ 2 തരത്തിലാണുള്ളത്, LDLും HDLും. LDL ചീത്ത കൊളസ്ട്രോൾ എന്നും HDL നല്ല കൊളസ്ട്രോൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കൊഴുപ്പിനെ കുറിച്ചാണ് പഠിച്ചത്. ഒരു സ്ഥൂല പോഷകമാണ്, ഊർജ്ജമാണ് ഇത് ചെയ്യുന്നത്. കൊഴുപ്പ് എണ്ണയുള്ള വ്യത്യാസം നമുക്കറിയാം. 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഖരാവസ്ഥയിലാണെങ്കിൽ ഇത് കൊഴുപ്പും 20 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ദ്രാവകാവസ്ഥയിലാണെങ്കിൽ അത് എണ്ണ എന്നും പറയുന്നു. ദെൻ സസ്യജന്യ കൊഴുപ്പുകളുമുണ്ട്, ജന്തുജന്യ കൊഴുപ്പുകളുമുണ്ട്. സസ്യജന്യ കൊഴുപ്പുകളാണ് തേങ്ങ, കടുക്, എള്ള്, നിലക്കടല. ജന്തുജന്യ കൊഴുപ്പുകളാണ് മത്സ്യ, എണ്ണ, നെയ്യ്, പാൽക്കട്ടി, വെണ്ണ, മുട്ട, മാംസം. ദെൻ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. ദെൻ കൊളസ്ട്രോളിന് രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നതിന് ലിപ്പോ പ്രോട്ടീനുകൾ ആവശ്യമാണ്. ഈ ലിപ്പോ പ്രോട്ടീനുകൾ 2 തരത്തിലുണ്ട്, LDLും HDLും. LDL ചീത്ത കൊളസ്ട്രോൾ എന്നും HDL നല്ല കൊളസ്ട്രോൾ എന്നും അറിയപ്പെടുന്നു. ദെൻ വിറ്റാമിനുകൾ എന്താണ്? സൂക്ഷ്മ പോഷകങ്ങളാണ്. ചെറിയ അളവിൽ മാത്രം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ് വിറ്റാമിനുകൾ. വിറ്റാമിനുകളെ 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് വിറ്റാമിനുകൾ? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഈ വൈറ്റമിനുകളെ 2ആയിട്ട് തിരിക്കാം. വെള്ളത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. വെള്ളത്തിൽ ലയിക്കുന്നവയാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. അഡക് എന്ന് പറയാം. വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അപ്പോൾ വൈറ്റമിനും നമ്മൾ പറയുന്നു 6 തരത്തിലുള്ള വൈറ്റമിനുകളുണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും ഓരോ പ്രാധാന്യങ്ങളുണ്ട്. ശരീരത്തിൽ ചെയ്യേണ്ട പ്രാധാന്യങ്ങൾ ഇവയൊക്കെയുണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് പ്രധാനമായിട്ടുള്ളതാണ് വൈറ്റമിൻ എ. കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം. വൈറ്റമിൻ ബി എന്ന് പറയുന്നത് തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യമാണ്. തലച്ചോറ്, നാഡി, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് വൈറ്റമിൻ ബി. വൈറ്റമിൻ സി എന്ന് പറയുന്നത് പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വൈറ്റമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വൈറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന് വൈറ്റമിൻ കെ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിക്ക് തന്നെ ഈ ഓരോന്നിൻ്റെയും പ്രാധാന്യം പഠിച്ചിരിക്കണം. ദെൻ വൈറ്റമിൻ ഡി നമുക്കറിയാം. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി.
വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് കണ, റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന അസുഖമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ദെൻ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആണ്, വൈറ്റമിൻ ബി കോംപ്ലക്സ്. വൈറ്റമിൻ ബിയിൽ തന്നെ 8 എണ്ണം കോംപ്ലക്സ് വരുന്നുണ്ട്. വൈറ്റമിൻ ബിയിൽ 8 എണ്ണം വരുന്നുണ്ട്. അതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ദെൻ അപര്യാപ്തത രോഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഓരോ വൈറ്റമിനിലും നമ്മുടെ ശരീരത്തിൽ ഓരോ വൈറ്റമിൻ്റെയും കുറവ് മൂലം ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. വൈറ്റമിൻ ഡി നമ്മൾ പറഞ്ഞു കുട്ടികളിലാണെങ്കിൽ കണ എന്ന അസുഖം വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും അസുഖം നമുക്കറിയാം. വൈറ്റമിൻ എ കുറയുന്നത് നിശാന്തതയ്ക്ക് കാരണമാവും. കണ്ണിന് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ് വൈറ്റമിൻ എ. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവ് നിശാന്തത എന്ന രോഗത്തിന് കാരണമാവുന്നുണ്ട്. വൈറ്റമിൻ ബി ഗ്ലോസിറ്റീസ് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും ഉണ്ടാക്കുന്നു. ഗ്ലോസിറ്റീസ് അതുപോലെ വായ്പുണ്ണിനും കാരണമാവുന്നു. വൈറ്റമിൻ ബി ഗ്ലോസിറ്റീസ് അതുപോലെ വായ്പുണ്ണിന് കാരണമാവുന്നു. വൈറ്റമിൻ സി മോണയിലെ രക്തസ്രവം അതായത് സ്കർവി എന്ന ഡിസീസിന് കാരണമാവുന്നുണ്ട്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് സ്കർവി ഡിസീസിന് കാരണമാവും. മോണയിലെ രക്തസ്രവമാണ് ഈ അസുഖം. വൈറ്റമിൻ ഡിയുടെ കുറവ് കണ എന്ന അസുഖത്തിന് കാരണമാവുന്നു. ദെൻ നിശാന്തത എന്താണെന്ന് നോക്കാം. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രി നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടാവില്ല. നല്ല വെളിച്ചത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ മങ്ങിയ വെളിച്ചത്തിലാകുമ്പോൾ കാഴ്ചക്കുറവ് അനുഭവപ്പെടുന്നതാണ് നിശാന്തത. ദെൻ അപ്പോൾ വൈറ്റമിനാണ് പറയുന്നത്. വൈറ്റമിന് 6 തരത്തിലാണ് വരുന്നത്. ഇതിനെ വെള്ളത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന രീതിക്ക് വേർതിരിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്, പ്രാധാന്യം നമ്മൾ പഠിച്ചു. അതുപോലെ വൈറ്റമിൻ ഡി പറഞ്ഞു, വൈറ്റമിൻ ഡി കുറവുള്ള അസുഖം പറഞ്ഞു. വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് 8 എണ്ണം ചേർന്നതാണ്. അപര്യാപ്തത രോഗങ്ങൾ പറയുന്നു. നിശാന്തത ഗ്ലോസിറ്റീസ് വായ്പുണ്ണ് വൈറ്റമിൻ ബി ആണ്. സ്കർവി വൈറ്റമിൻ സി, കണ വൈറ്റമിൻ ഡി. ദെൻ നിശാന്തത ഇത് വളരെ ബേസ് ആയിട്ടാണ് തരുന്നത്. വൈറ്റമിനൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ധാതുക്കൾ മറ്റൊരു സ്ഥൂല പോഷകമാണ്, സൂക്ഷ്മ പോഷകമാണ് ധാതുക്കൾ. ധാതുക്കൾ പ്രധാനമായിട്ടും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കളും അവ ഏതൊക്കെ ആഹാരത്തിലൂടെയാണ് ലഭിക്കുന്നത്, അത് ശരീരത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് എന്നാണ് ഈ ടേബിളിൽ കാണിക്കുന്നത്. ആദ്യം അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ ഇതിൽ നിന്നൊക്കെയാണ് അയൺ ലഭിക്കുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ധാതുവാണ് അയൺ, ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഇരുമ്പ്. ദെൻ കാൽസ്യം. മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം എന്നിവയിൽ നിന്നാണ് കാൽസ്യം ലഭിക്കുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നു ആരാണ്? കാൽസ്യമാണ്. എല്ല്, പല്ല് എന്നിവയുടെ നിർമ്മാണം അതുപോലെ രക്തം കട്ടപിടിക്കാനൊക്കെ സഹായിക്കുന്ന ധാതുവാണ് കാൽസ്യം. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അയഡിൻ ലഭിക്കുന്നത് കടൽ വിഭവങ്ങളിൽ നിന്നാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന പ്രധാന ധാതുവാണ് അയഡിൻ. അപ്പോൾ ഇരുമ്പ് എന്താണ്? ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ടാണ്. കാൽസ്യം പല്ല്, എല്ലുകളുടെയൊക്കെ നിർമ്മാണം അതുപോലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. അയഡിന് തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുവിലെ വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ്. ഇവ ഓക്സിജനെ കോശങ്ങളിലേക്ക് വഹിക്കുന്നു. അതായത് നമ്മൾ ഓരോ കോശങ്ങൾക്കും അവയുടെ പ്രവർത്തനങ്ങൾക്ക് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിച്ചെടുക്കുന്ന ഓക്സിജനെ ശ്വാസകോശങ്ങളിലേക്ക് എത്തി അവിടെ നിന്ന് രക്തത്തിലൂടെ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുമ്പോൾ അവയെ വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ്. അതുപോലെ തന്നെ കോശങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് രക്തത്തിലൂടെ ശ്വാസകോശങ്ങളിലേക്ക് എത്തിക്കുന്നതും രക്തത്തിൽ ആരാണ് വഹിച്ചു കൊണ്ടുപോകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ വഹിക്കുന്നതും ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ. ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ. ദെൻ ഓരോ ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും നോക്കാം. അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ചാ രോഗം. അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ എന്ന രോഗമുണ്ടാകുന്നത്. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗവും ഉണ്ടാകുന്നു. അയണ്, അനീമിയ, അയഡിൻ, ഗോയിറ്റർ, കാൽസ്യം, ഓസ്റ്റിയോപൊറോസിസ്. ദെൻ ഓസ്റ്റിയോപൊറോസിസ്
എന്ന് പറയുന്നത് അസ്ഥിക്ഷയം, എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസ്റ്റിയോപൊറോസിസ്, കാൽഷ്യം എല്ലുകളുടെ പല്ലുകളുടെയൊക്കെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ കാൽസ്യം കുറയുമ്പോൾ എല്ലുകൾക്കും അസ്ഥികൾക്കൊക്കെ ക്ഷയം സംഭവിക്കുന്നു, പൊട്ടൽ സംഭവിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ദെൻ ഗോയിറ്റർ, തൈറോയ്ഡ് ഗ്രന്ഥി വലുതാവുന്ന അവസ്ഥയാണ്. അപ്പോൾ അയഡിൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധാതുവാണ്. അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ എന്ന അസുഖം വരുന്നു. ദെൻ പോഷകങ്ങളല്ലാതെ മറ്റ് ഘടകങ്ങളും ശരീരത്തിനും അവയുടെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുണ്ട്. അവയാണ് നാരുകളും ജലവും. നാരുകൾ എന്താണ്? ഫൈബർ എന്ന് പറയുന്നത് നാരുകൾ ദഹനത്തിന് സഹായിക്കുന്നു. സുഗമമായ ദഹനത്തിനും ഭക്ഷണത്തിൻ്റെ ദഹനത്തിനും എല്ലാം സഹായിക്കുന്നത് നാരുകളാണ്. ദെൻ ജലം ശരീരത്തിൽ 70% ജലം ആവശ്യമാണ്. ഇതൊരു പോഷക ഘടകമല്ല, പക്ഷെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ദെൻ എന്താണ് സമീകൃതാഹാരം? ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുക്കൾ അടങ്ങിയ ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവുകളുണ്ട്. കാർബോഹൈഡ്രേറ്റിനും അന്നജത്തിൻ്റെതും കൊഴുപ്പ്, പ്രോട്ടീൻ ഇവയെല്ലാം സ്ഥൂല പോഷകങ്ങളാണ്, കൂടിയ അളവിൽ വേണം. അതുപോലെ വൈറ്റമിൻ, ധാതുക്കൾ കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടുള്ള ആഹാര രീതിയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ദെൻ എന്താണ് കലോറി എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. ഒരു പുരുഷന് ഒരു ദിവസത്തെ എത്ര യൂണിറ്റ് കലോറി ആവശ്യമാണ്? 1900 മുതൽ 2400 വരെ കലോറി ഒരാൾക്ക് ആവശ്യമാണ്. ഒരു ആവറേജ് സ്ത്രീക്ക് 1600 മുതൽ 2000 വരെ കലോറി ആവശ്യമുണ്ട്. ഒരു കുട്ടിയിൽ 1200 മുതൽ 1400 വരെയും കലോറി ആവശ്യമാണ്. അപ്പോൾ ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും വേണ്ട ഊർജ്ജത്തെയാണ് പറയുന്നത്. പുരുഷന് 1900 മുതൽ 2400 വരെ ആവശ്യമാണ്. സ്ത്രീക്ക് 1600 മുതൽ 2000 വരെ, കുട്ടിക്ക് 1200 മുതൽ 1400 വരെയും കലോറി ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ആഹാരത്തിൻ്റെ പോഷകഘടകങ്ങളെക്കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള ക്ലാസ്സാണ് വന്നിട്ടുള്ളത്. 9ാം ക്ലാസ്സിൽ വൈറ്റമിൻ മറ്റു ഘടകങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്